ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ PSC അപ്ഡേഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്ന HSA നോട്ടിഫിക്കേഷൻ December 31 ഔട്ട് ആവുന്നുള്ളതാണ് ഇപ്പം പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ന്യൂസ്. അപ്പം നമ്മൾ ടീച്ചിങ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമ്മളുടെ ഡ്രീം ജോബായിരിക്കും ഈ HSA എന്ന് പറയുന്ന പോസ്റ്റ്, അല്ലെങ്കിൽ LPUP. ഈ LPUP കഴിഞ്ഞ സ്ഥിതിക്ക് LPUP കിട്ടാത്തവർ, അതുപോലെ ലിസ്റ്റിൻ്റെ പുറകിലായവർ, സപ്ലി ലിസ്റ്റിലായവർ, അവർക്കൊക്കെ ഇനി നെക്സ്റ്റ് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതാണ് ഈ HSA എന്ന് പറയുന്ന ഒരു ജോലി. അപ്പോൾ HSA അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പാരലായിട്ട് വരുന്ന എക്സാമുകളുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ 10th ലെവൽ എക്സാമുകളൊക്കെ ഇനി ഒരുപാട് നടക്കാനുണ്ട്. VFA പോസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള 10th ലെവൽ എക്സാമുകളും നടക്കും ഈ കൂടെ തന്നെ. അപ്പം നമ്മൾ PSC ജനറൽ PSC നോക്കണോ അതോ നമ്മൾ ടീച്ചിങ് ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യണോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ HSA ലിസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ജോലി സാധ്യതകൾ, അതിൽ വന്ന അതിൻ്റെ ഇപ്പോഴത്തെ നിയമന നില, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം HSAക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ചുരുങ്ങാതെ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതല്ലാതെ ഇനി വരുന്ന PSC ട്രെൻഡുകളും ഒക്കെ മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാവും ഷോർട്ട് ലിസ്റ്റ് വളരെയധികം ചുരുക്കുകയാണ്. അതുപോലെ ജോലി സാധ്യതകളും ഇനി അങ്ങോട്ടേക്ക് വളരെയധികം കുറഞ്ഞു വരികയാണ്. സ്കൂളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങൾ HSAക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. PSCയെ സംബന്ധിച്ച് നമുക്കറിയാലോ, ഡിസിഷൻ മേക്കിംഗ് ആണ് ഇതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ആ ഡിസിഷൻ്റെ പുറകാലെ നമ്മൾ അതിന് ഹാർഡ് വർക്കും ഒരു ഫോക്കസും കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ജോലിയിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഇനി വരുന്ന HSA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ആണ്. സോഷ്യൽ സയൻസിന് അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് പെൻഡിങ് ആണ്. അത് മാർച്ച് ഏപ്രിൽ ആ ഒരു മാസത്തോട് കൂടിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഡിസംബറിൽ വരുന്നത് ഞാൻ ഈ മുൻപ് പറഞ്ഞ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ക്വാളിഫൈഡ് ആണ്. നിങ്ങൾ കാറ്റഗറി 3 നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിന് തുല്യമായ സർട്ടിഫിക്കറ്റ്, നെറ്റോ ഒക്കെ നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെയാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓഫ്ലൈനോ ഓൺലൈനോ ഏതെങ്കിലും ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ പറയാൻ വന്നത്, ഇതിൻ്റെ പാരലായിട്ട് നടക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതുപോലെ 10th ലെവലും എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾ ഏതിലെങ്കിലും ഒരു ജോലിയിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുന്നതായിരിക്കും ഉചിതം. അപ്പം എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിയമന നില, അതുപോലെ തന്നെ ജോലി സാധ്യതകൾ, അതിൻ്റെ സിലബസ്, എല്ലാ കാര്യങ്ങളൊന്നും വെച്ച് അന്ന് അനലൈസ് ചെയ്തതിന് ശേഷം HSA അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ HSA അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 10th ലെവൽ, നമ്മളെ കാലിബറും നമ്മളുടെ സാധ്യതകളും ഇനി നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മളുടെ സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഡിസിഷൻ എടുക്കാൻ. അതിനുശേഷം നിങ്ങൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു 2025 എന്ന് പറയുന്ന ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ PSCയിലേക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ടീം മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള പഠനം ആവശ്യമാണ്. അപ്പം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.